ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകും. നേരത്തെ സംസ്ഥാനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ, കോടതി മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട് രാജ്യതലസ്ഥാനത്ത് നിന്ന്. വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന സുപ്രധാനമായ ഒരു വാർത്ത എന്നുള്ളത് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുക. കഴിഞ്ഞ തവണ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം കാണുന്നതെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിമാരെ വിളിപ്പിച്ചിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവിന് ശേഷം വിശദമായി സംസ്ഥാനങ്ങളുടെ വാദം കേൾക്കുമെന്നും അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ആണ് രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് രാവിലെ 9:30 ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം 150 വേദികളിൽ ആലപിക്കുന്നതടക്കമുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ 150 രൂപയുടെ നാണയവും പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമാകുക. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.